നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണങ്ങളോടുകൂടി കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് 2-3 കാര്യക്രമങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് ഇവിടെ തിടപ്പള്ളി, അതായത് ഭഗവതിക്ക് നേദിക്കാനുള്ള നിവേദ്യ പദാർത്ഥങ്ങൾ സംരക്ഷിക്കുവാനും നിവേദ്യം ഉണ്ടാക്കുവാനുമുള്ള തിടപ്പള്ളി പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ തിടപ്പള്ളി താക്കോൽ സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും നമുക്ക് നടത്തി തരുകയും അത് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായി ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞ് രാമായണം നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. അധ്യാത്മ രാമായണം തുടങ്ങി വാൽമീകി രാമായണം വരെ പലരുടെയും മനസ്സിൽ രാമായണ കഥാപാത്രങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും. അതുതന്നെ നാട്ടുരാമായണം എന്നുള്ള പേരിൽ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കുകയും ആ ചിട്ടപ്പെടുത്തി എടുത്തത് ആദ്യ പ്രകാശനം എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മാണിക്യക്കല്ലായ പുതുശ്ശേരി ജനാർദ്ദനൻ അത് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒട്ടനവധി നാടൻ പാട്ടുകളെ നല്ല ഈണത്തിലും ഭാവത്തിലും നമ്മുടെ മുന്നിൽ എത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് പുതുശ്ശേരി ജനാർദ്ദനൻ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ദേവിയുടെ പ്രസാദ ഊട്ട് ഭക്തിപൂർവ്വം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് കഞ്ഞിവാർച്ച ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടക്കുകയും കൂടിയാണ്. ആദ്യമായിട്ട് സിനിമയുടെ കയ്യിൽ നിന്ന് പൂജ കഴിച്ച താക്കോല് രാജേഷനെ ഏൽപ്പിച്ചതിന് ശേഷം ലതിക ചേച്ചി എല്ലാവരും കൂടി അത് വാങ്ങിച്ചിട്ട് സിനിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് എന്നിട്ട് അവിടെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാവിധമായ ശ്രീമാൻ ഉണ്ണിയേട്ടൻ അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യകർത്താക്കൾക്ക് ആ താക്കോൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും നമ്മുടെ വഴിപാടുകളും അതുപോലെ തന്നെ പായസം മുതൽ നിവേദ്യം വരെ ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു മഹാചടങ്ങാണ്. അതേപോലെ മാധവേട്ടൻ നമുക്ക് എല്ലാം ആയിട്ടുള്ള മാധവൻ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഇനിയും ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി കാര്യങ്ങൾക്കും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സന്തോഷം നമുക്ക്. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടികളുടെ ഉദ്ഘാടനത്തിനായിട്ട് ഈ നാട്ടിലെ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ ബിസിനസ് പരമായിട്ട് മുന്നോട്ട് നിന്ന രാജേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്പള്ളി നമുക്ക് പൂർത്തീകരിക്കുന്ന സമയത്ത് ടൈൽസിന്റെ ആവശ്യം വരികയും അതുപോലെ തന്നെ കിടപ്പ അല്ലെ കിടപ്പയും മാർബിളും എല്ലാം നമുക്ക് യാതൊരു മടിയും കൂടാതെ നമുക്ക് ഇവിടെ വാഹന ചെലവ് പോലും ഇല്ലാതെ ഇവിടെ എത്തിച്ചേർന്നത് രാജേട്ടനാണ്. രാജേട്ടൻ കിണാവല്ലൂർ സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളും എല്ലാം കഴിഞ്ഞ് സ്വന്തമായിട്ട് സഹസ്ര ടൈൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ കാടാങ്കോട് മണപ്പള്ളിക്കാവ് കഴിഞ്ഞ് ചിറ്റൂർ റോഡിലേക്ക് പോകുന്ന സ്ഥലത്ത് കാടാങ്കോട്ടിൽ അദ്ദേഹം സ്വന്തമായി സ്ഥാപനം ആരംഭിക്കുകയും ഒരുപാട് ആത്മീയ മേഖലകൾക്ക് വേണ്ട ഒരു പ്രവർത്തനം കൂടി ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന സംപൂജ്യ സ്വാമി ബുദ്ധിചൈതന്യജിയുടെ പാലക്കാടിന്റെ ഒരു കോർഡിനേറ്റർ മാത്രമല്ല, അതിന്റെ സഹയാത്രി കൂടിയാണ് രാജേട്ടൻ. ആ രാജേട്ടനെ നമുക്ക് ആദരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. മുന്നേറ്റം അദ്ദേഹത്തെ ഷാളിട്ടുകൊണ്ട് ആദരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഇനിയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും ടൈൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഇവിടെ ഉണ്ടാവണം. കമ്മിറ്റി ഭാരവാഹികളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഇവിടെ സാധിക്കണമെന്ന് വിനീതമായി പറയുന്നു. ഉദ്ഘാടന ഭാഷണം അദ്ദേഹത്തിന്റെ കേൾക്കാം. അപ്പോ
അങ്ങനെ ഒരു നാട്ടുരാമായണം നമുക്കിവിടെ പ്രാവർത്തികമാക്കുകയാണ്, തുടക്കം കുറിക്കുകയാണ് കാർത്യായനി ക്ഷേത്ര സന്നിധിയിൽ. അപ്പോൾ ഇനിയും നമുക്ക് രണ്ടു വാക്ക് പ്രിയമുള്ള ഭക്തജനങ്ങളെ, രാമായണ മാസവാചാരണത്തിന് അനുബന്ധിച്ച് നമുക്കിവിടെ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വർഷങ്ങളായി നമ്മുടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ ഇടപ്പള്ളിയുടെ കുറവും അതുപോലെ തന്നെ ഒരു ലാറ്ററിന്റെ കുറവും ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർ ശ്യാം പ്രസാദ് അവരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ക്ലാവിലൂർ രാജഗോപാലേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റായിട്ടുള്ള ഉണ്ണിയേട്ടൻ, കമ്മിറ്റിയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അരിയേട്ടൻ, മുഴുവൻ ഇവിടെ ആളുകളും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇത്തരമൊരു പരിപാടി നേരത്തെ ഇവിടെ ഇതിനു മുന്നേ തന്നെ ഈ പരിപാടിയെ സംബന്ധിച്ച് നേരത്തെ നമ്മുടെ ഡോക്ടർ ശ്യാം പ്രസാദ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം തന്നെ നമ്മുടെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ്. വളരെ പ്രഭാഷണ പരമ്പര നടത്തുന്ന അദ്ദേഹം എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇവിടെ ക്ഷേത്രത്തിന് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ലാറ്ററി സംവിധാനം ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണി അദ്ദേഹത്തിന്റെ സംഘാടകർ, അതിന്റെ പ്രവർത്തകർ ഇന്നലെ ഞങ്ങളോടൊപ്പം തന്നെ ഇന്നലെ 6 മണി വരെ ഇവിടെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. എന്തായാലും ക്ഷേത്രത്തിന് പശ്ചാത്തല മേഖല ഒരുക്കുന്നതിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും അതുപോലെ തന്നെ മറ്റു ഈ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല മനസ്സായ സന്മനസ്സുള്ള ആളുകളുടെ സഹായങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി പങ്കെടുത്ത ഡോക്ടർ ശ്യാമപ്രസാദ്, അതുപോലെ തന്നെ പരിപാടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതുശ്ശേരി ജനാർദ്ദനൻ അവർ, അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ രാജേഷ് ബാബു അവർ, അതുപോലെ തന്നെ നമുക്കിവിടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ പരിപാടി നാട്ടുരാമായണം പരിപാടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള വാഗ്മി രാമായണം, അതുപോലെ തന്നെ എഴുത്തച്ഛന്റെ രാമായണം നമ്മളെല്ലാം പഠിച്ച പോലെ തന്നെ പല രാമായണത്തെ സംബന്ധിച്ചെല്ലാം നമുക്ക് ആധികാരികമായിട്ട് അറിവുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് പ്രത്യേകം നാട്ടുരാമായണം എന്ന പേരിൽ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി പുതുശ്ശേരി ജനാർദ്ദനൻ അവർ സ്വമേധ ചിട്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ആദ്യ പരിപാടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അദ്ദേഹം നമ്മുടെ ഈ പറളി കരിങ്കുളങ്ങര തലവത്ത് വലയംകുന്ന് കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്ക് ഇതിന്റെ ഭാരവാഹികൾക്കുണ്ട്. തീർച്ചയായും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ സർവശ്രീ രാജഗോപാൽ അവർ ഇതിന്റെ ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ നാട്ടിൽ ഓടിക്കളിച്ച് വളരെ കാലം നമ്മൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. 35 കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അതുവരെ ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോയിട്ട് ഇത്രയും കൊല്ലങ്ങളായി. പക്ഷെ ഈ ക്ഷേത്രത്തിനോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ കളിച്ചു വളരുന്ന കാലങ്ങളിൽ ചെമ്മണിക്കാവ് ഭഗവത് ക്ഷേത്രത്തിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടുത്തെ നമ്പൂരി ഇവിടെ പയറ് ആ ഒരു കാലമില്ല പൂജയൊക്കെ 41 ദിവസം പൂജ സമയത്ത് ഇവിടെ വിളക്ക് വെച്ച് പയറ് വിതരണം ചെയ്യും. ആ പയറ് വാങ്ങാൻ ഞങ്ങൾ ഈ വഴങ്ങുന്ന ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കണം. ഞാൻ ഈ കുന്നുംപുറം കയറി ഇവിടെ വന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പുറയിലേക്കാണ് പോയത്. മുമ്പിലേക്ക് പോകുന്നതിനെക്കാട്ടും പുറയിലേക്കാണ് പോയത്. പിന്നെ എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് മിക്കവാറും ഒഴുക്കൂടെ അറിയാൻ സാധിക്കും. എൻ്റെ അച്ഛൻ്റെ പേര് രാമൻകുട്ടി നായർ. അദ്ദേഹം ഇത്തരത്തിലും താടിയും വേഷമൊക്കെ ആയിട്ടായിരുന്നു പണ്ട് ഈ കാവിലൂർ മൊത്തം നടന്നുകൊണ്ടിരുന്നു. ശബരിമല ഭക്തനായിരുന്നു. 45-50 കൊല്ലത്തോളം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കൂടെ പള്ളിയിൽ പുഷ്പ മെഡിക്കൽസ് നടത്തിയിരുന്നു. അതിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു ഭാവമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുതൽ ഒരു പാത്രം പായസം കിട്ടിയാൽ ഈ നാട് മുഴുവൻ കൊണ്ട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങള് അന്ന് പറയുന്നത് പായസം മുത്തശ്ശന
അപ്പൊ അത്തരം അവസരത്തിൽ ഇപ്പൊ എനിക്കിങ്ങനെ ഒരു അവസരം സിദ്ധിച്ചുകൊണ്ട് വളരെയധികം ഞാൻ ഈ ദേവി എനിക്ക് അനുഗ്രഹം തരുന്നു എന്നുള്ള ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കിത് യാതൊരു യോഗ്യത ഉണ്ടായിട്ടല്ല. പക്ഷെ നമുക്കത് അവസരങ്ങൾ വന്നു ചേരുകയാണ്. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങളുടെ ഗുണമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറെ പണം തന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കൊണ്ടോ ഒന്നും നമുക്ക് ഒരു കാര്യം നേടാനില്ല അല്ലേ. പണം കൂടുതലുണ്ടെങ്കിൽ ഇതിന് അസുഖം കൂടുതലുണ്ട്. അതിൻ്റെതായിട്ടുള്ള ക്രമേണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തി നമുക്ക് ഓരോ മനുഷ്യനും ആവശ്യമാണ്. ഇപ്പൊ ഇത്തരം വീടുകളൊന്നും അന്ന് കാലത്ത് ഈ 30 കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും ഇവിടെ ഒരു വീടില്ല. വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഇവിടെ വരുമ്പോഴേ ഇവിടെ ഒരു വലിയൊരു സിറ്റിയാണ് ഇപ്പോൾ. പക്ഷെ ഇതിന്റെ ആ ഭാഗ്യമായിട്ട് വരുമ്പോ ഈ ഒരു ക്ഷേത്രം വീടുകളൊക്കെ ആവശ്യമാണ് അല്ലേ. നിങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് പോയിക്കൊണ്ടിരുന്ന? ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്നെങ്കിൽ അടുത്തവിടെ ഏതാ? മഞ്ഞൾപ്പള്ളി അമ്പലം, മഞ്ഞൾപ്പള്ളിയുടെ അയ്യപ്പ ക്ഷേത്രം അല്ലേ. അത് കഴിഞ്ഞാൽ ചെമ്മണിക്കാവ്, അവിടെയാണ് താലപ്പൊലികളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതും. എല്ലാവർക്കും അവിടെയാണ് ഓടി ചെല്ലാൻ പറ്റുക. അന്നും ഈ ക്ഷേത്രം ഇവിടെ ഉണ്ട് അല്ലേ. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തില് ഇതിനൊരു പുരോഗമനം വരികയാണ്. ഓരോ ദൈവങ്ങൾക്കും ഓരോ നല്ല കാലം വരും. അതാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതിന്റെ വലിയൊരു പ്രയാണമായിരിക്കും നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം അപ്പൊ എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ കുളിച്ച് തൊഴുത് വന്ന് ഒരു ഈ ആദ്യത്തെ ഒരു ചുറ്റും 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ഒന്ന് വട്ടം കറങ്ങി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഈ ദേവിയുടെ കടോഷമായിരിക്കും. പക്ഷെ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി മേലാൽ ഇനി അങ്ങോട്ട് ഇവിടുത്തെ എല്ലാ പരിപാടിയും നിങ്ങൾ ദിനം പ്രതി ദിവസം രാവിലെ വന്ന് ഇവിടെ തൊഴുത് 3 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് പോയാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്ര മേന്മയും അത്ര സംഭവം ഉണ്ടാവും. ഇതിന്റെ അനുഭവസ്ഥനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. കാരണം നമുക്ക് വേറെ ഒന്നും കിട്ടാൻ സാധ്യമില്ല. ദേവിയുടെ അനുഗ്രഹങ്ങൾ അത് നമുക്ക് അടുത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ആളുകൾ വന്നാൽ പോരായിരുന്നു. ഇവിടെ എല്ലാവരും വരണതാണ്. പക്ഷെ കഞ്ഞി ഉണ്ടെങ്കിൽ എല്ലാവരും വരും, ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാവരും വരും. അതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ അങ്ങനെ ആയ പോരാ ഹിന്ദുക്കൾക്ക് നമ്മൾ എല്ലാവർക്കും ഒരു തത്വം വേണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആ വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അമ്പലവും നന്നാവുള്ളൂ അല്ലേ. എന്താ പറയുക, വീടായാലും ഒരു വിളക്ക് വേണം. വിളക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീ വേണം. സ്ത്രീയും വിളക്കുണ്ടെങ്കിൽ അടുത്ത വീടാണെങ്കിൽ ഒരു അമ്പലം വേണം. ഇത് നിർബന്ധമാണ്. അതിന് ഇത്രയും വളരെ കാലങ്ങൾക്ക് ശേഷം ഈ അമ്പലത്തിൽ നിന്ന് പുരോഗമിക്കാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമല്ലേ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എന്താണ് ഇതിനെ കാര്യം? നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാലക്കാടല്ല, കേരളമല്ല, ഇന്ത്യയിൽ ആകമാനം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്യാംജി എന്ന് പറയുന്ന ഒരു വ്യക്തി. അതെന്താ കാരണം എന്നറിയോ? ഈ പാലക്കാട് ജില്ല ഒരു പൈതൃക ജില്ലയായിട്ട് ഇപ്പൊ ഈ ഷാളിന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. പൈതൃക ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെല്ലാം സമ്പത്തുകളും എത്ര അമ്പലങ്ങള് എന്തെല്ലാം ആളുകള് ഏത് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു നമ്മുടെ പാലക്കാട് ഉണ്ടായിരുന്നത് പണ്ടത്തെ കാലങ്ങള്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. പക്ഷെ ഇന്നത് വീണ്ടും നമുക്ക് അതിനെ കൊണ്ടുവന്ന് ഇത് വളരെ അങ്ങേയറ്റം, അതായത് നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരിനെയും വരെ അറിയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗവത സപ്താഹങ്ങള് മറ്റു കാര്യങ്ങള് ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദീപനി സാധനാലയ എന്ന് പറഞ്ഞ 5 മൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വന്നു പോകുന്നത്. അവിടെ പിതൃതർപ്പണങ്ങളും മറ്റു പൂജാതി കർമ്മങ്ങളും വളരെ വ്യക്തമായിട്ട് മറ്റൊരു ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗിയായി ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിവുള്ള ഒരു നല്ലൊരു വ്യക്തി ഇതിനകത്ത് വന്നു. ആ വ്യക്തിത്വത്തിന്റെ പേരിലാണ് നമുക്ക് സന്തോഷം വരേണ്ടത്. അതിന്റെ പേരിലാണ് നമ്മളൊക്കെ ഇതിനകത്ത് കൂടെ വന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ വളയംകുന്ന് ക്ഷേത്രം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തരവത്തെ ക്ഷേത്രമാണല്ലോ, തരവത്തുകാരാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ആ തരവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കൂടെ ഇതിന് സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇത് കുറച്ചുകൂടെ നന്നാവണം, ഈ ജനങ്ങൾക്ക് ഇവിടെ ഭക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവണം അല്ലേ. ഒരു സങ്കടം വീട്ടിലുണ്ടാവാൻ പാടില്ല എന്നുള്ള പറയാം. പക്ഷെ സങ്കടം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു മേട് കയറിയാലും ഒരു ഇറക്കം ഉണ്ടാവുള്ളൂ, അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ദുഃഖം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അതിന്റെ ആദർശം. നമുക്ക് അതിനോട് വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ, അവിടെ നമ്മുടെ കഷ്ടങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം. നമ്മൾ വെറുതെ തൊഴുതുപോയ ഒരു സംസ്കാരം മാത്രം പോരാ. നമ്മൾ ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ കുറിയിടുന്നത് തൊട്ട് കുളിക്കുന്നത് തൊട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മളുടെ ഈ ഒരു പ്രയാണം, ആ ശക്തി നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വന്ന കാര്യം ഞാൻ നമുക്ക് പറയാം. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഒരു കൊല്ലം എനിക്ക് 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, 5 ബ്ലോക്കാണ്.
പക്ഷെ ഞാൻ കാർ ഓടിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. ഡോക്ടർ പറയുന്നത് എനിക്ക് 5 ബ്ലോക്ക് 95 കഴിഞ്ഞു, ഒരെണ്ണം 45 കിടക്കുകയാണ്, അത് ഇനിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് നോക്കണം, കാരണം എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഈ കാർ ഓടിച്ച് രാവിലെ ചെന്ന് 6-7 മണി തൊട്ടിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷം വൈകുന്നേരം 6 മണിക്കാണ് പറയുന്നത്. ഡോക്ടർ പറയുന്നത് എനിക്ക് ഇതുമാതിരിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് എനിക്കിത് വരാൻ യാതൊരു സാധ്യതയില്ല. ഡോക്ടർ പറഞ്ഞു സമ്മതിക്കില്ല, അത് റെക്കോർഡിക്കലി കാണിക്കുന്നുണ്ട്, വിശ്വാസമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ കീറണം, നിങ്ങൾ സർജറി നടത്തണം, സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റം പറ്റുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ആലോചിച്ച് ചെയ്യാം. എൻ്റെ മകൻ ഞാൻ ദുബായിൽ നിന്ന് വന്നാന്ന് 1 മാസേ ആയിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റേറിയൻ മാത്രമേ കാലങ്ങളായിട്ട് കഴിക്കാറുള്ളൂ. ഞാൻ പുകവലിക്കാറില്ല, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ എക്സസൈസ് യോഗ എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. എനിക്ക് എങ്ങനെ ഇത് വന്നു എന്ന് ഞാൻ ഡോക്ടറെ ചോദിച്ചപ്പോൾ അത് ജനറ്റിക്കായിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ പിന്നിൽ എന്തോ ഒരു ശക്തി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 95 5 എണ്ണം ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീണില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാരലൈസ് ആയില്ല എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്റെ കഴിവല്ല, അത് എന്റെ പിന്നിലിരിക്കുന്ന ഒരു ദൈവശക്തി എനിക്ക് ഉണ്ട്, ആ ശക്തിയുടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ നിസ്സാരക്കാരനല്ല, നമുക്ക് നിസ്സാരമല്ല, ഈ ദൈവം എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. നമ്മളെ സഹായിക്കാനും ദ്രോഹിക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ ദ്രോഹിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ ആ ഇയാളെ നമുക്ക് ദ്രോഹിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇയാൾക്ക് സന്തോഷം തന്നെ കൊടുക്കാം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താവും, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഞാനത് 5 ബ്ലോക്കും മാറ്റി എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്നുകൂടെ കണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ സംഭവം ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ബോഡി ഹെൽത്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് വീഴുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീടില്ല. പറഞ്ഞു കേട്ടില്ല, 35 വയസ്സായാലും കുഴഞ്ഞു വീണ് മരിച്ചു നോക്കാം. നമുക്ക് എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ എന്താ കുഴഞ്ഞു വീണ് മരിക്കാതിരുന്നത്? അത് എന്താ കാരണം? നമ്മൾ നിത്യകർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് പറയുന്നതാണ്, നിങ്ങൾ വളരെയധികം ഭക്തിമാർഗത്തിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് വരാൻ സാധിക്കില്ല. അത് ഏറ്റവും വലിയ നല്ല കാര്യം തന്നെ. അതിന് നിങ്ങൾ ഏതൊരു അമ്പലത്തിൽ എവിടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നു അവിടെ പോകാം. അടുത്തുള്ളവരെ അമ്പലങ്ങളാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ അത് ചെയ്യാം. ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നപ്പോൾ നീട്ടുന്നില്ല, കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം, ഈ ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അവിടെ എനിക്കിത് പറയാനുള്ളത്, ഞാൻ ഈ നാട്ടുകാരനായിട്ട് എനിക്കിവിടെ വരാൻ സാധിച്ചതിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്താനും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിലും എൻ്റേതായിട്ടുള്ള ഭയങ്കരമായ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. കാരണം നമുക്കിതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട്, അതിനുള്ള കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നടത്തുമ്പോൾ ശ്യാംജിയുടെ നേതൃത്വത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനോട് കൂടെ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് വിപുലമായ ഒരു പരിപാടി ഇവിടെ നമുക്ക് നടത്തണം. വേണ്ടേ? വേണ്ടേ? ഉറപ്പല്ലേ? നടത്തണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന് മുന്നിൽ വരണം. നമ്മുടെ ചന്തുകോട്ടൻ്റെ കൂടെ നിന്ന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഒരു അമ്മമാരുടെ ഒരു സംഘടന ഉണ്ടാക്കണം. അതുമാതിരി മറ്റു രീതിയിലുള്ള നാരായണം വായനകളും മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തണം എന്ന് നിങ്ങളോട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കിവരെ അറിയില്ല, ഇവരുടെ കാരണന്മാർ ചിലപ്പോൾ എന്നെ അറിയുമായിരിക്കും. ഇവരുടെ അച്ഛന്മാരോ മുത്തച്ഛന്മാരോ ഒക്കെ. മാധവട്ടനും അതുമാതിരി സെക്രട്ടറി സംഘടന എല്ലാവർക്കും എൻ്റെ വളരെയധികം ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി മാധവട്ടൻ അതാണ് ബഹുമാന്യ ശ്രീ ഡോക്ടർ ശ്യാമപ്രസാദ് അവർ, അതുപോലെ തന്നെ നമ്മളുടെ രാജഗോപാലേട്ടൻ അവർ, ക്ഷേത്രത്തിൻ്റെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള ജനാർദ്ദൻ പുതുശ്ശേരിയും സംഘവും, ക്ഷേത്ര ട്രസ്റ്റി ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ, മറ്റതിൻ്റെ ഭാരവാഹികൾ ഹരിയേട്ടൻ, പിന്നെ ഊട്ടുവര നിർമ്മിച്ചിട്ടുള്ള രാജേഷ് ബാബുവേട്ടൻ, എഞ്ചിനീയർ രാജേഷ് ബാബുവേട്ടൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഊട്ടുവര സമർപ്പിച്ചിട്ടുള്ള പ്രത്യേകിച്ചിട്ട് ഈ വേളയിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ശ്രീ പത്മിനി മൈസൂർ, കരവത്ത് പത്മിനി മൈസൂർ അവർകളും ക്ഷേത്ര സമിതിയും സംയുക്തമായി നടത്തിയ ഈ ഊട്ടുവര നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് സഹായിച്ച ആ അമ്മയെ പ്രത്യേകം ഈ വേളയിൽ സ്മരിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും, ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും, ഞങ്ങളോടൊത്ത് സഹകരിച്ചു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ അകൈതവമായ നന്ദി ഈ വേളയിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപത്തോണ്ടിരിക്കുന്നു. നന്ദി നാരായണ. നാട്ടുരാമായണം ഇന്ന് അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ ഒറ്റ വാക്കിലാണ് പറഞ്ഞത് മാണിക്യക്കല്ലാണ് എന്നുള്ളത്. അല്ലെ, നമ്മളെല്ലാവരും പാട്ട് കേട്ടിട്ടുണ്ട് മാണിക്യക്കല്ല് എന്നുള്ള പാട്ട്. അദ്ദേഹത്തിന് കേരള ഫെലോക്കർ അക്കാദമിയുടെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് നേടിയ കലാശ്രീ ജനാർദ്ദൻ പുതുശ്ശേരിയെ നമ്മൾ വേദിയിലേക്ക് ആദരിക്കാൻ ക്ഷണിക്കുകയാണ്. അതുമാത്രമല്ല, കേരള സംസ്ഥാന വകുപ്പിന്റെ നാടൻ പാട്ടുകൾക്കുള്ള സ്കോളർഷിപ്പ് ലഭിച്ച ആളാണ്. വന്ദേ വിക്ടോറിയ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ്. കോഴിക്കോട് നന്മണ്ട ദേവസ്വം ട്രസ്റ്റ് യുവ കലാകാരന്മാരെ ആദരിക്കുന്ന കൂട്ടത്തിൽ നാരായണൻ ഉണ്ണി നമ്പി എന്ന് പറയുന്ന സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പന്തിരുകുലപ്പാട്ട് എന്ന ഗ്രന്ഥകാവ്യവും പുറത്തിറക്കിയത് പുതുശ്ശേരി ജനാർദ്ദൻ ജിയാണ്. അതേപോലെ തന്നെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജൂനിയർ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള നാട്ടുവാദ്യങ്ങളും നാട്ടുകലകളും എന്നുള്ള പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയത് ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച 1000-ഓളം നാടൻ പാട്ട് പരിശീലനം കേന്ദ്രമാക്കി കുട്ടികളെ നാടൻ കലാരൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന മഹാവ്യക്തിയാണ്. കേന്ദ്ര ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്ത് രാമപൊതുവാൾ കലാശ്രീ വാദ്യപ്രചാരക പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ പാലക്കാട്ടുകാർക്ക് അറിയുന്നത് മാണിക്യക്കല്ല്, വൈനക്കല്ല്, കൈതോല, പുതുശ്ശേരി ശ്രീ കുറുമ്പ ഭഗവതി ഐതിഹാസിക പാട്ടുകൾ, ഓഡിയോ വീഡിയോ സീരിയലുകളെല്ലാം ഇദ്ദേഹം ഒട്ടനവധി നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട് വരെ എത്താൻ സാധിക്കണം. കാരണം എത്രയധികം വാദ്യ ഉപകരണങ്ങളാണ് നമ്മുടെ പഴയ തലമുറകൾ സംരക്ഷിച്ചിരുന്നതും അത് ഉപയോഗിച്ചിരുന്നതും എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിലെത്താൻ സാധിച്ചത് കൊണ്ട് പറയാണ്. അപ്പൊ അത്രയും അധികം നമ്മുടെ നാടൻ കലാരൂപങ്ങളെ സംരക്ഷിക്കുവാനും അതിനനുസരിച്ച് വരുന്ന തലമുറയ്ക്ക് പഠിപ്പിക്കുവാനും അതിനെ നിലനിർത്തുവാനും വേണ്ടി കേന്ദ്രത്തിലും അതുപോലെ സാംസ്കാരിക വകുപ്പിലും ഇത്രയും അധികം പ്രചരണം ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തില് സംസ്കാര 2024 എന്നുള്ള പ്രോഗ്രാമിൽ അദ്ദേഹം കേരളത്തിലെ 14 ജില്ലകളിലെ കലാകാരന്മാരെ വേദിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോ അദ്ദേഹത്തിന്റെ 14 ജില്ലകളിലെയും ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3000-ലധികം കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കലാരൂപങ്ങൾ എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് അതിന്റെ അവതരണം എങ്ങനെയാണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ നാട്ടുരാമായണം ഈ നാട്ടില് ആദ്യമായിട്ട് അവതരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും 10 ദിനങ്ങൾ ഓടിയെത്തണമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നാട്ടുരാമായണം കേൾക്കുവാനായിട്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വിനീതമായി സ്വാഗതം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതുശ്ശേരി ജനാർദ്ദൻ ജിയെ ഒന്ന് വേദിയിലേക്ക് വന്ന് അദ്ദേഹത്തിന് ഒരു പൊന്നാട നൽകി സ്വീകരിക്കാനും, അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്നത് കലാമണ്ഡലം അഖിൽജിയാണ്. അദ്ദേഹം കൊടുങ്ങരപ്പള്ളിയാണ് സ്വദേശം. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കമ്മിറ്റി ഭാരവാഹികൾ ഹരിയേട്ടനടക്കം മധുവേട്ടനും അഖിൽജിയെ ആദരിക്കുന്നു. ജനാർദ്ദനെ വേദിയിലേക്ക് ഒന്ന് ക്ഷണിച്ചു. അപ്പൊ ഇനി 2 വാക്ക് അങ്ങനെ 2 വാക്ക് പറഞ്ഞതിന് ശേഷം മുന്നേറ്റം സംസാരിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം. ഈ കച്ചേരി സന്നിധിയിലെത്താൻ വലിയൊരു അവസരം ഒരുക്കി തന്നത് ശാംശി അവർകളാണ്. അദ്ദേഹത്തിനോട് വളരെ വർഷത്തെ പഴക്കം ഉള്ളതുകൊണ്ട്
ഇതിന്റെ തുടക്കത്തിൽ തന്നെ അച്ഛമൂർത്തി എന്ന ആ ഭാവത്തെ ഉണർത്തിച്ച് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും നമ്മൾക്ക് സമർപ്പിക്കാൻ വലിയ കഠിന പ്രയത്നം നടത്തിയ ശാംശി മുഖേനയാണ് ഇവിടെ എത്തിയത്. രാജേട്ടൻ അവർ ഉദ്ഘാടനം ചെയ്ത രാജഗോപാലൻ അവർ, ഇതിൽ പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാ ഭാരവാഹികളും, ഭക്തജനങ്ങൾ, കലാപ്രേമികൾ എല്ലാവർക്കും ഇതിന്റെ സന്തോഷം അറിയിക്കുന്നു. നാട്ടുരാമായണം നമുക്ക് കേൾക്കാം. ഈ യോഗത്തിന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഖജാൻജി കൂടിയായിട്ടുള്ള ട്രസ്റ്റിയും ഖജാൻജി കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണ അവരുടെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനത്തിന് ശ്രീ രാജഗോപാൽ നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനെ പറ്റി 2 വാക്കുകൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം എൻ്റെ മുത്തശ്ശനായിട്ട് തന്നെ അത്രയ്ക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെയൊക്കെ ഗുരുസ്വാമിയായിരുന്നു. രാമകൃഷ്ണസ്വാമി എന്ന നാട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങൾ അപ്പാന്ന രാജഗോപാലിനെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് 10-30 കൊല്ലമായിട്ട് ഞാനും ജോലി തിരക്കായതുകൊണ്ടും അദ്ദേഹം ഗൾഫിലൊക്കെ ആയതുകൊണ്ട് വളരെ 10-30 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം വന്നതിന് ശേഷം കണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ദേവിയുടെ ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ രാജഗോപാലിന് എൻ്റെ സ്വന്തം പേരിലും ഇവിടുത്തെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഇതിനോടൊപ്പം ദേവിയുടെ ഇടപ്പള്ളി ഹാൻഡ് ഓവർ ചെയ്യണ ചടങ്ങ് തരവത്ത് പത്മിനി അവരാണ് ഈ ഓഫീസ് ഇതിനു വേണ്ടിയിട്ട് അവർ ഓഫർ ചെയ്ത് അവർക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ശ്രീ രാജേഷ് ബാബു നമ്മുടെ ഇതിനെല്ലാം ഇവിടുത്തെ എഞ്ചിനീയറും അദ്ദേഹത്തിന്റെ വൈഫും ഇവിടെ വന്നിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് തന്നെ അത് വേണ്ടമായി തന്നതിന് എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അമ്പലം ഏതാണ്ട് 15 കൊല്ലമായിട്ട് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ അമ്പലം ഇവിടെ ആദ്യം കൊല്ലത്തിലൊരിക്കൽ മാത്രമേ പൂജ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശേഷം 2016 നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നത്, എല്ലാവർക്കും അറിയാലോ. അന്ന് തൊട്ടിട്ട് ഞാൻ ഡോക്ടർ ശ്യാംജിയായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം ഇവിടെ എന്താവശ്യത്തിനും അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ പൂജാരിയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാലോ. ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 6-7 മാസം നമ്മുടെ തിരുമേനി ഡൽഹിക്ക് പോയ സമയത്തെല്ലാം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ശ്യാംജി, ഡോക്ടർ ശ്യാം പ്രസാദ് സന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അഞ്ചുമൂർത്തി അമ്പലത്തിന്റെ എല്ലാമായ അദ്ദേഹത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹം ഇവിടെ ഏറ്റവും ആവശ്യമുള്ള ഒരു ടോയ്ലറ്റ് ആവശ്യമുള്ളത് ഇന്നലെയാണ് അത് മുംബൈ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്ന ഇതിന് ഇദ്ദേഹം പുതുശ്ശേരി ജനാർദ്ദൻ സാർ ഞാൻ ഇപ്പോഴേ കാണുന്നുള്ളൂ, കേട്ടിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തുടങ്ങാണ്. അദ്ദേഹത്തിനും എൻ്റെ സ്വന്തം പേരിലും ഞാൻ കമ്മിറ്റിയുടെ പേരിലും നന്ദി പറഞ്ഞു. നിങ്ങളുടെ ആയ എല്ലാ നാട്ടുകാരും ഇവിടെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും സ്വന്തം പേരിൽ നിന്ന് ഞാൻ എൻ്റെ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.